കന്യാസുതനേ ദൈവകുമാര മണ്ണിൻ രക്ഷകനേ. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, അനേകം ആളുകൾ തങ്ങളെയും തങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കാനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. സ്വത്തുക്കൾ സംരക്ഷിക്കാനായി വിവിധ നിലയിൽ ശ്രമിക്കുന്നു. സ്വന്തം ശരീരത്തെയും അതുപോലെ സമൂഹത്തിൻ്റെ രക്ഷയ്ക്കായി ജാഗ്രത പുലർത്തുന്നു. എത്രമാത്രം മനുഷ്യൻ ശ്രമിച്ചാലും ഇവ സംരക്ഷിക്കാൻ മനുഷ്യന് സാധ്യമല്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു കാര്യം സംരക്ഷിക്കേണ്ടതിനെപ്പറ്റി പറയുന്നുണ്ട്. അത് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 23-ാം വാക്യത്തിലാണ് വായിക്കുന്നത്. സകല ജാഗ്രതയോടും കൂടെ നിൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. മനുഷ്യൻ ജന്മനാ പാപിയായിരിക്കുന്നുകൊണ്ട് അവൻ കുട്ടിക്കാലം മുതൽ ചിന്തിക്കുന്നത് മോശമായ കാര്യങ്ങളാണ്. അവൻ്റെ ചിന്ത ഹൃദയത്തിൽ നിന്നുമാണ് വരുന്നത്. ആ ഹൃദയം അശുദ്ധമാണ്. അങ്ങനെ അശുദ്ധമായ ഹൃദയം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പാപമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ശുദ്ധിയില്ലാത്ത ഹൃദയവുമായി നമുക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകുവാൻ സാധ്യമല്ല. കാരണം ദൈവം വിശുദ്ധനാണ്. നമ്മുടെ ഹൃദയത്തിലെ പാപം അകറ്റുവാനായി ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ മനുഷ്യരൂപത്തിൽ ഈ ലോകത്തിലേക്ക് അയച്ചു. നാം നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിത്യനരകാഗ്നിയിൽ വെന്തിരിയേണ്ടതായി വരും. എന്നാൽ നാം സദാകാലം ദൈവത്തോടു കൂടെ വസിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാപഹൃദയത്തെ ശുദ്ധീകരിക്കണം. അതിനായി നാം നമ്മുടെ പാപങ്ങൾ യേശു കർത്താവിനോട് ഏറ്റുപറയണം. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്നും ദൈവം അവനെ 3-ാം ദിവസം ഉയർപ്പിച്ചുവെന്നും വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിക്കണം. അങ്ങനെ ചെയ്യുവാനായി ദൈവം താങ്കളെ സഹായിക്കട്ടെ.